വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഡെയിലി എന്തായാലും വീഡിയോ ഇടാനൊന്നും പറ്റണില്ല കേട്ടോ. എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ സാധാരണയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയണ്ടാവുമായിരിക്കും, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ അത് കാരണമാണ് ഡെയിലി വീഡിയോ ഇടാത്തത്. എടുത്ത് വെക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, അതാണ് എൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, കണ്ടൻറ്റിൻ്റെ ക്ഷാമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ഒക്കെ വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാനും. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് പ്രതീക്ഷിച്ച വെറുതെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളത്തെ ഒരുവിധം ജോലികളെല്ലാം തീർന്നു കേട്ടോ. അപ്പോൾ അത് തീർന്നപ്പോൾ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞാൽ കറിയൊന്നും ആയിട്ടില്ല, അല്ലാത്ത ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൂരൊന്നും ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായ കാരണം കൊണ്ട് തന്നെ എല്ലാ സാവധാനത്തിലും മതി എന്നായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാവധാനത്തിൽ തന്നെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് നമ്മൾ അന്ന് തട്ടിമറിച്ചിട്ടുണ്ടാകുന്ന വിറകുകളും പട്ടകളും അതൊക്കെയാണ് കേട്ടോ. അതെനിക്ക് എടുത്ത് വയ്ക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. രാവിലെ ഞാൻ ഇതിന് നിൽക്കാറില്ല, രാവിലെ അല്ലെങ്കിൽ തന്നെ അല്ലാതെ തന്നെ ഒരുപാട് പണികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരത്ത് നമ്മുടെ പ്രാക്ടീസും, അതുകൊണ്ട് ഇതിങ്ങനെ കിടക്കുന്നു കേട്ടോ. 2 ദിവസം അടുപ്പിച്ച് അങ്ങനെ കടന്നു. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, മഴയൊന്നും ഇല്ലല്ലോ, നല്ല വെയിലുള്ള കാരണം കൊണ്ട് തന്നെ അവിടെ കടന്ന് വെയിലിങ്ങനെ കൊണ്ടിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെല്ലാം മെല്ലെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ജോലി അങ്ങോട്ട് ഫുള്ള് തീർത്തിട്ട് ബാക്കിയുള്ളവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ ഞാൻ തുടങ്ങിയത്. അപ്പോൾ മുറ്റം പോലും അടിച്ചിട്ടില്ല കേട്ടോ ഇത്ര നേരമായിട്ട്. നേരെ നന്നായി വെളുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം നിൽക്കാറില്ല, മുറ്റടിക്കാനൊന്നും വൈകാറില്ല. അപ്പോൾ എല്ലാം നേരത്തെ ചെയ്യണമാണല്ലോ. അപ്പം ഇന്ന് ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുറ്റടിക്കുള്ളൂ എന്ന് വെച്ചിട്ട് അവിടെ ഇട്ടൂട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ പട്ട ഞാൻ കുറച്ചൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. എല്ലാം കൂടി നമ്മുടെ അടുക്കളുടെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കെട്ട് മാത്രം അടുക്കളുടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ തന്നെ വെച്ചു കേട്ടോ. ആവശ്യത്തിന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ഇവിടുത്തെ എടുത്തിട്ട് പോവുള്ളൂ. അല്ലാതെ ഓവറായിട്ട് അവിടെ കൊണ്ടുപോയി തള്ളി നിറയ്ക്കാറില്ല കേട്ടോ. നിറച്ച് കഴിഞ്ഞാൽ ചെതലും വരും, പിന്നെ ആകെ നാശമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചാക്കുകളൊക്കെ ഇനി വിറകിൻ്റെ അടിയിൽ വിരിച്ചിട്ടുണ്ടാകുന്ന ചാക്കുകളാണ് കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അതൊന്നും ഇനി ആവശ്യമില്ല, കാരണം വിറകൊന്നും ഞാൻ അതിൻ്റെ മേലെ കൂടെ വെക്കണില്ല കേട്ടോ. ഇനി കുറച്ച് വിറകും കൂടി തന്നെ ഉള്ളൂ. വിറക് പറയുമ്പോൾ ഈ പട്ടത്തണ്ടുകൾ കുറച്ച് തന്നെ ഉള്ളൂ. അതിപ്പോൾ 2-3 ദിവസം കത്തിക്കുമ്പോഴത്തേന് അത് മൊത്തം തീരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ ഞാൻ വെക്കണില്ല. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന പട്ടത്തണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കത്തിക്കാറായിട്ടില്ല കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടില്ല നേരം പോലെ. ചെറുതായിട്ട് കനമൊക്കെ ഉണ്ട്, പച്ചയാണ് കേട്ടോ. പച്ച പറഞ്ഞാൽ നല്ല പച്ചയല്ല, അത്യാവശ്യം ചെറിയൊരു ഉണക്കം തന്നെ ആയിട്ടുള്ളൂ. നല്ല കത്തി പിടിക്കാറായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെയിലത്ത് തന്നെ കൊണ്ടുകിടണം. പിന്നെ ഇപ്പം ഞാൻ ഈ പെറുക്കി വയ്ക്കുന്നത് നല്ല ഉണങ്ങി മുരിഞ്ഞ വിറകുകളാണ് കേട്ടോ. അത് കുറച്ച് ഞാൻ എടുത്തിട്ട് അടുക്കളയുടെ അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ കുറച്ച് ബാക്കിയുള്ളത് ഇവിടെ തന്നെ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, വിറകാണെന്നുണ്ടെങ്കിലും പട്ടയാണെങ്കിലും ഓലയാണെന്നുണ്ടെങ്കിലൊക്കെ ഓവറായിട്ട് നമ്മൾ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കാറില്ല കേട്ടോ. അത് ചെതൽ വരും, പിന്നെ വല്ല പാമ്പും ചേമ്പൊക്കെ വന്നല്ല, അതൊക്കെ പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ കൊണ്ടുപോയി വെക്കാറുള്ളൂ. ആ ഒരു ഇത്തിരിനെയും കൊണ്ടുപോയി വെച്ചുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് വന്നിട്ട് വേണമെങ്കിൽ എടുക്കാമല്ലോ, മഴയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നനയുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഭാഗത്തേക്ക് അത്യാവശ്യം ചെറുതായിട്ട് വെയിലൊക്കെ അടിക്കുന്ന കാരണം കൊണ്ട് തന്നെ പട്ടാങ്ങത്തോടെ കടന്ന് ഉണങ്ങും ചെയ്യുമല്ലോ. പറഞ്ഞാൽ നല്ല ഉണങ്ങി മൊരിയും ചെയ്യുമല്ലോ. അപ്പോൾ കത്തിപ്പിടിക്കാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അത് അവിടെ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള വിറക്, ഉണങ്ങാത്ത വിറക് എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അപ്പുറത്ത് എന്താ പറയുക, ഇപ്പം അവിടെ വെയിൽ അത്രയ്ക്കില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ച ആകുമ്പോഴത്തേനും നല്ല വെയിൽ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിറകുകളൊക്കെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി വെക്കാനുണ്ട്. അവിടെ അത്യാവശ്യം വെയിൽ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കുത്തിച്ചാരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അങ്ങോട്ട് പെറുക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3-4 ദിവസം കടന്നാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. കാരണം അവിടെ നല്ല വെയിലടിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത്, നമ്മൾ അഴക്കൊക്കെ കിട്ടിയ ഭാഗത്ത് അത്യാവശ്യം വെയിൽ കിട്ടാറുണ്ട്. നമ്മുടെ ഈ ഉമ്മറത്തേക്ക് വെയിൽ കിട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാരങ്ങമരമാണ് കേട്ടോ. അവിടെ നല്ല തണൽ കാരണം കൊണ്ടാണ് ഇവിടേക്ക് അങ്ങനെ വെയിൽ കിട്ടാത്തത്. ഞാനിപ്പോൾ ഈ വെക്കണ സംഭവം കണ്ടോ, വെക്കണ സ്ഥലമല്ലേ, ആ സ്ഥലത്ത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടാറുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ വെയിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാതും ഇങ്ങനെ നിരത്തി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് വെക്കാനോട് എളുപ്പമായി. പിന്നെ തുണികൾ തിരുമ്പലും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ കിടക്കണ 3 തുണികളും പിന്നെ ഷീറ്റിൻ്റെ മേലെ കുറച്ച് തുണികൾ കിടക്കുന്നുണ്ട് കുട്ടികളുടെ. അതൊക്കെ ഇന്നലെ വൈകുന്നേരത്ത് തിരുമ്പിയിട്ടാണ് കേട്ടോ. ഇന്നലെ രാവിലെയും തിരുമ്പിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ വൈകുന്നേരത്താണ് തിരുമ്പിയിട്ടുണ്ടാകുന്നത്. അതിന് ഇപ്പം ഞാൻ കുറച്ച് എടുത്ത് അകത്ത് കൊണ്ടുപോയി വെച്ചു ഉണങ്ങിയതൊക്കെ. പിന്നെ ഇത് ഉണങ്ങായികയല്ല, അതിന് ചെറുതായിട്ട് അതിൻ്റെ കനമുള്ള കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ, അരഭാഗമൊക്കെ അവിടെ ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള
എന്താ ഈ സംഭവത്തിന് പറയുക, തേങ്ങ ചകിരി പോലത്തെ സംഭവമായിട്ടില്ലേ ഈ ചിരട്ട കൂടുള്ളത്, ആ സംഭവമൊക്കെ ഞാൻ അത് ഈ എന്താ നമ്മൾ ഈ തേങ്ങ വെട്ടിയിട്ടും അങ്ങനെ കിടന്നാണ് കേട്ടോ. ഇളനീരൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇടുന്നതാണ്. അതൊക്കെ അവിടെ കിടന്ന് ഉണങ്ങി. പിന്നെ അതുപോലെ തന്നെ വളപ്പിൽ പോയിട്ട് പെറുക്കി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതുപോലത്തെ കുരങ്ങന്മാർ വന്നിട്ട് നശിപ്പിച്ചിടുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഒക്കെ ഇങ്ങോട്ട് പെറുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പെറുക്കിയിട്ട് ഇപ്പോൾ ചട്ടിയിലാക്കി കൊണ്ടുപോയി വെക്കാൻ പോണത്. അടുക്കളുടെ അവിടേക്കല്ല, നമ്മൾ വെയിലത്തേക്ക് തന്നെ അവിടേക്ക് തന്നെ നമ്മൾ പട്ടത്തണ്ട് വെച്ചിട്ടില്ലേ അവിടേക്ക് തന്നെ വെക്കണം കേട്ടോ. അടുക്കളുടെ അവിടേക്കൊക്കെ അത്യാവശ്യത്തിന് ഇരിക്കുന്നുണ്ട് ചകിരിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം കൂടി കൊണ്ട് നടക്കണില്ല കേട്ടോ. പിന്നെ വണ്ടികളുടെ നല്ലൊരു അലപ്പുണ്ട്, അതാരും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടത്. നമ്മുടെ വീട് അങ്ങനെയാണല്ലോ, റോഡ് സൈഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികളുടെ നല്ല ശബ്ദം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ് അവിടെ അങ്ങനെ വൃത്തിയാക്കലും അടുക്കി ഒതുക്കി വെക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ചപ്പോള് നിറയെ ചപ്പ് വീണതും ഉണ്ട്. പിന്നെ അവിടെ വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ അവിടുത്തെ ചപ്പും, അതാ ഞാൻ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ അടിച്ചു വാരുള്ളൂ. എന്നാൽ പിന്നെ എല്ലാം ഒരുമിച്ചാണ് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ 2-3 ട്രിപ്പായിട്ടൊക്കെ അടിച്ചു വരാൻ നിൽക്കണം. അപ്പോൾ അതായിട്ട് അടിച്ചു വരില്ല. ഞാനാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൂടെ ഒതിയനെ, നിറയെ പൊടി പാറുക കാരണം കൊണ്ട് കുറേ വെള്ളമൊക്കെ, കുറച്ചൊന്നല്ല കുറേ വെള്ളം ഒഴിച്ച് തളിച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ മുറ്റൊക്കെ അടിച്ചു വരാൻ കേട്ടോ. നമ്മുടെ കിച്ചും തുമ്പിയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങി നീച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രണ്ടുപേരും നേരം വൈകിട്ട് തന്നെ നീച്ചത്. സ്കൂളും കാര്യങ്ങളും ക്ലാസ്സൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിളിക്കാൻ പോയില്ല. എന്താണ് തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അംഗനവാടിക്ക് പോയിട്ട് കുറേ ദിവസമായി കേട്ടോ. എൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് കാരണം കൊണ്ട് അവൾക്ക് അംഗനവാടിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ചെറിയൊരു മടിയും പിടിച്ചാക്കണം കേട്ടോ. അങ്ങനെ പിന്നെതാ എന്താണ് ബാക്ക് വശം അടിച്ചു വാരൽ കഴിഞ്ഞു, ഫ്രണ്ട് വശം അടിച്ചു വാരൽ കഴിഞ്ഞു. ബാക്ക് വശത്തെ ചപ്പോളം ലോഡ് ഉണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ചു കൂട്ടാം ഞാൻ. ഫ്രണ്ടിൽ അതിലും മീതായിരുന്നു കേട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കത്തിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഓവർ ചപ്പായിരുന്നു കേട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കത്തിച്ചു. എന്താണ് അപ്പോഴേക്കൊരു ആശ്വാസമായത്, ഇപ്പോഴൊരു വൃത്തിയായിട്ട് തോന്നിയത് കേട്ടോ. നിറയെ ചപ്പ് കുന്നുകൂടി കിടക്കുകയായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, കാറ്റൊക്കെ പോയി കിടക്കണു. അപ്പോൾ പിന്നെ ഞാൻ തുണികൾ തിരുമ്പാനും ഒക്കെ നിന്നു കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ അത്ര കൂടുതലൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. കാരണം നല്ല വൈകുന്നേരം തന്നെ കുറേ തിരുമ്പിയിട്ട കാരണം കൊണ്ട് തന്നെ എന്താണ് കുറച്ച് തുണികൾ തന്നെ തിരുമ്പാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് വേഗം തിരുമ്പിയിടുന്നുണ്ട്. വെയിൽ നല്ലോണം വരുമ്പോഴത്തേനും തിരുമ്പണുണ്ട് കേട്ടോ. വെയിൽ നല്ലോണം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോലികൾ എന്താ പറയുക, ജോലികൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. വെയിൽ അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ക്ഷീണം പോലെയല്ലേ. പിന്നെ എന്താ നല്ല വെയിൽ തെറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, കുട്ടികളെ പുറത്തേക്ക് ഇറക്കില്ല കേട്ടോ. ഞങ്ങൾ അകത്ത് പോയിട്ട് കിടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കും കേട്ടോ. അല്ലാതെ പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ നല്ല വെയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് 4 പുറം മരങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ ചൂട് എപ്പോഴും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ കിച്ചു ഈ ഒരു ടൈമിലൊക്കെ സൈക്കിൾ ചവിട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇപ്പോൾ കളിച്ചോ, ഇനി വെയിലൊക്കെ ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ആ സമയം കൊണ്ട് അവർ സൈക്കിൾ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടിക്കാണെങ്കിൽ അപ്പോൾ സൈക്കിളും വേണ്ട ഒന്നും വേണ്ട കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ അടുത്ത് തല്ലുകൂടിക്കൊണ്ടിരിക്കുക, അങ്ങനെയാണ് അവളുടെ ഒരു സ്വഭാവം. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിലോ എനിക്ക് ഓരോ തുണികൾ എടുത്തു തരികയാണ് കേട്ടോ. അവളുടെ കയ്യിലാണെങ്കിലോ വേണ്ടോളം മണ്ണുണ്ട്. ഈ മുറ്റത്തുള്ള മണ്ണ് കംപ്ലീറ്റ് അവളുടെ കയ്യിലുണ്ട് കേട്ടോ. അവൾ ഇത്ര നേരം മണ്ണ് മാന്തി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ടവലിൽ കംപ്ലീറ്റ് മണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ അവളുടെ തുണികൾ അവിടെ എടുക്കണ്ട, നിൻ്റെ കയ്യിൽ മണ്ണാണെന്ന് പറയുമ്പോൾ ആൾ അപ്പം തന്നെ അവിടെ വെക്കുകയും ചെയ്യും കേട്ടോ. പറഞ്ഞാലൊക്കെ അനുസരിക്കും, പിന്നെ എടുക്കാനൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ടവൽ നോക്കിയപ്പോൾ അതിൽ അങ്ങനെ മണ്ണ് കേട്ടോ. അവളുടെ കയ്യിലത്തെ മണ്ണ് കംപ്ലീറ്റ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഞാൻ വീണ്ടും ഒന്ന് കഴുകി മുക്കിയിട്ടു. അതിന് ശേഷം നമ്മുടെ തുണികൾ തിരുമ്പിയതും ഒക്കെ ഒന്ന് ഉണക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ചെറുതായിട്ടൊരു ഒന്ന് വെയിൽ തെറിച്ച് കഴിഞ്ഞാൽ ഉണങ്ങും കേട്ടോ. അത്ര ഉണങ്ങിയിട്ട് തന്നെ ഇരിക്കണത്, ഒന്നും കൂടി വെയിൽ തെറിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. രാത്രിയിലത്തെ മഞ്ഞൊക്കെ കൊണ്ട് അങ്ങനെ കിടന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ തുണികൾ എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തൊന്ന് കൊണ്ടുപോയി വെച്ചു, അകത്ത് എല്ലാം കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പൈപ്പിൽ വെള്ളം വന്ന ദിവസമായ കാരണം കൊണ്ട് തന്നെ ഒക്കെ മുറ്റമൊക്കെ ഒന്ന് വീണ്ടും നനയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം മുറ്റം നനയ്ക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രയും പ്രാവശ്യം ഞാൻ നനയ്ക്കാറുണ്ട് മുറ്റമൊക്കെ. എന്താ അത്രയും പൊടിയും പിന്നെ ഈ വെയിൽ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ പൊടി വെള്ളമൊക്കെ എത്ര പെട്ടെന്ന് വാർന്നു പോകണമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുറ്റം നനച്ചു കൊടുക്കും. വെള്ളമുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ പറയുക വേണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ടും ഒരു കുറവുമില്ല കേട്ടോ പൊടി പറഞ്ഞതിന്. അപ്പോൾ ഒന്നും വെള്ളം ഒന്ന് തളിക്കാതെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ വണ്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ്റെ വർക്കില്ല, അപ്പോൾ വണ്ടി എന്തായാലും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഏതായാലും വെള്ളം വന്നല്ല, അപ്പോൾ വെറുതെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഉരച്ചിട്ടൊന്നും കഴുകണില്ല കേട്ടോ. ഉരച്ചിട്ടൊക്കെ കഴുകാന്ന് പറഞ്ഞാൽ മെനക്കേടാണ്, ഞാനതൊന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അതൊക്കെ ഏട്ടൻ തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ കൂടെ കുറേ വെള്ളം അങ്ങനെ തളിച്ചു കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം തന്നെ ഉള്ളൂ, അല്ലാതെ കഴുകണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർ രണ്ടുപേരും കണ്ടോ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കുളിയും നനയ്ക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മെല്ലെ കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ തീർത്തിട്ട് പിന്നെ ജോലി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വിയർത്ത് കുളിക്കും, ആകെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുളിക്കാമെന്ന് വിചാരിച്ചു. നട്ടുച്ചയ്ക്കാണ് കേട്ടോ എൻ്റെ കുളി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ നിൽക്കണത് ഞാൻ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നനച്ചൊന്ന് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ഒരു ആശ്വാസം പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഒരു ആശ്വാസം. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവും. എന്നാലും വേണ്ടില്ല, കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊടി കംപ്ലീറ്റ് ജസ്റ്റ് ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ പൊടി മൊത്തം തിണ്ടത്ത് കൂടെയും അകത്തേക്കൊക്കെ കയറും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നനച്ചതിന് കൊടുക്കണത്. അപ്പോൾ ഒരു ഇളനീര് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മാറ്റി വെച്ചിട്ടുണ്ടായതാണ്. അത് ഏട്ടൻ വെട്ടി, അത് ഞങ്ങൾ 4 പേരിൽ നിന്ന് കുടിച്ചു കേട്ടോ. അത് നല്ല വെള്ളമായി, നല്ല മധുരമുള്ള വെള്ളമായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ കുടിച്ചു. അതിന് ശേഷം ഏട്ടൻ നേരത്തെ കുറച്ച് നേരത്തെ ഏട്ടൻ ചളവറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ പാലും കിച്ചുവിന് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ചളവറയ്ക്ക് വരുമ്പോൾ പറഞ്ഞപ്പോൾ ഏട്ടൻ കൊണ്ടുപോയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പാലേട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാലും പിന്നെ അതുപോലെ തന്നെ നിലക്കടല, ബൂസ്റ്റ്, ഹോർലിക്സ്, പിന്നെ പഴം, ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ വീട്ടിൽ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി എന്തായാലും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാം. കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പോകാനുള്ളൊരു മൂഡൊന്നും ഇല്ല കേട്ടോ. പുറത്തേക്കൊന്നും പോകാനുള്ളൊരു മൂഡില്ല, കാരണം വെയിൽ എത്രയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ കിച്ചുവിനെ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ തുമ്പിക്കുട്ടിക്ക് സങ്കടമാവില്ലേ, തുമ്പിക്കുട്ടീനെ കൊണ്ടുപോയില്ലെങ്കിൽ. രണ്ടാളെയും കൂടി ആയിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏട്ടൻ ആകെ മലങ്ങും. അപ്പോൾ അതുകൊണ്ട് ഷെയ്ക്കിനുള്ള ഐറ്റംസൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എന്നാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാത്ത ആണെന്നല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുടിക്കണം, നിർബന്ധം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഷെയ്ക്ക് കഴിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെ എന്ന് പോകണില്ല കേട്ടോ. അമ്മ ഉണ്ടാക്ക് പറഞ്ഞിട്ട് പാലിനൊന്ന് കട്ട പിടിക്കാനുള്ളൊരു സമയം കൂടി ഇവിടെ കൊടുക്കണില്ല കേട്ടോ അവൻ. അങ്ങനെയാണ്, അത്ര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജലദോഷം നേരം പോലെ മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ജലദോഷമാണ് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും വക വെക്കണില്ല കേട്ടോ. ഞാൻ എന്തായാലും കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിൽ തന്നെയാണ്. ഇവിടെ പിന്നെ ജലദോഷം വന്നാലും പനി വന്നാലും ചുമ വന്നാലൊക്കെ ഞങ്ങൾ തണുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക, പിന്നെന്താ ചൂടുവെള്ളം മാത്രം കുടിക്കുക, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാതും കഴിക്കും. ഇന്ന സമയത്ത് ഇന്നത് മാത്രമേ കഴിക്കുള്ളൂ, അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. എല്ലാതും കഴിക്കും. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്നിൽ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ ചൂടുവെള്ളം തന്നെ കുടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുടിച്ചുകൊണ്ടിരുന്നാൽ എവിടെ പോയാലും ചൂടുവെള്ളം തന്നെ വേണം. പിന്നെ നമുക്ക് വേറൊരു വെള്ളം അലർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഞാൻ എൻ്റെ കുട്ടികളെയും ചെയ്യാറില്ല, ഞങ്ങളും ചെയ്യാറില്ല കേട്ടോ. ഏത് വെള്ളം വേണമെങ്കിലും എവിടെ നിന്ന് കിട്ടിയാലും കുടിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷെയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്, ചെറിയൊരു ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചുവിനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയിട്ടോ. ഇത് പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്താണ് കേട്ടോ. പിന്നെ അത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉറക്കവും കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ പ്രാക്ടീസിന് പോയി. പിന്നെ അവിടെ നിന്നെല്ലാം വന്ന് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് കിച്ചുവിനെ എഴുതിക്കാൻ പറഞ്ഞാൽ അവന് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിയുണ്ട്, അച്ഛൻ കടയ്ക്ക് പോയ സങ്കടത്തിൽ ഇവിടെ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് സങ്കടം അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ ചെറിയൊരു സങ്കടം, അച്ഛന് ടാറ്റ കൊടുക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കേട്ടോ. അച്ഛപ്പം തന്നെ വരും, അവളത് വലിയൊരു വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചുവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നുമില്ല, ഇനി ഫുഡ് കഴിക്കുക, കടന്നുറങ്ങുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിച്ചുവിന് നേരം പോലെ പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം തന്നെ ഉള്ളൂ. ഇനി കുറച്ച് നേരം കൂടി ഞാൻ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.